എന്തായാലും ദൗത്യം ഇന്നത്തെ ദൗത്യം രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. അരുൺ നേരത്തെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സൈന്യത്തിന്റെ ഒരു ഔദ്യോഗിക അറിയിപ്പ്, സൈന്യത്തിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഇനി ജീവനോടെ ആ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് മുഖ്യമന്ത്രി അടക്കം ചേർന്ന യോഗത്തിൽ ഇന്നലെ സൈന്യത്തിന്റെ മേധാവി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പക്ഷെ അപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട്, നമുക്ക് ഒരു ഹോപ്പുണ്ട് എന്ന് തന്നെ പറയാം. ഒരു മിറാക്കിൾ, ഒരു ജീവനെങ്കിലും, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യനാവട്ടെ, മൃഗമാവട്ടെ, ഇഴജന്തുക്കളാവട്ടെ, ഒരു ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ അതിനെ കരക്കെത്തിക്കുക എന്നത്, ജീവിതത്തിലേക്ക് കരക്കെത്തിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം. അങ്ങനെയുണ്ട് എങ്കിൽ, ഒരു മനുഷ്യ ജീവനെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് വേണ്ട സംവിധാനങ്ങൾ നൽകി, വേണ്ട ശുശ്രൂഷകൾ നൽകി ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുള്ള ആരോഗ്യ കാര്യങ്ങൾ അവിടെ സജ്ജമാണല്ലോ അല്ലേ? ഈ ആരോഗ്യരംഗത്തുള്ളവരും ഈ സംഘത്തിനൊപ്പം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടോ അരുൺ? ആരോഗ്യ സംവിധാനങ്ങളെല്ലാം അതിന്റെ പൂർണ്ണ തോതിൽ ഇവിടെ സജ്ജമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായത് ആ രീതിയിൽ തന്നെയാണ്. കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ ഈ രക്ഷപ്പെട്ട, അതായത് ഈ ദുരന്തത്തെ അതിജീവിച്ച അവർക്കുള്ള കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ സംവിധാനങ്ങളുണ്ട്. ഇവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ, അവർക്ക് കൃത്യമായ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും സജ്ജമാണ്. നമ്മൾ ആ മേഖലയിലേക്ക് കൂടുതൽ ആ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ യന്ത്രഭാഗങ്ങൾ അവിടേക്ക് തന്നെ പോവുകയാണ്. ഓരോ മേഖലയിലും കൃത്യമായി ഇത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത്. നമുക്കിവിടെ കാണാം. ഇന്നലെ തന്നെ ഈ പാലം വന്നതോടുകൂടി തന്നെ കൂടുതൽ ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. അവിടെ എല്ലാ ഭാഗങ്ങളിലും അത് കൃത്യമായ ഓരോ ഭാഗത്തും വേണ്ട വിന്യാസം, അതിന്റെ കൃത്യമായ യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. നമുക്കത് ഇതൊക്കെ ഒരുപക്ഷെ ഇവിടുത്തെ സാധാരണക്കാർ, നേരത്തെ ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ് ഇവരെയൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കണം. എല്ലാ മനുഷ്യരും പോലെ, എല്ലായിടത്തും താമസിക്കുന്ന ആളുകളെ പോലെ, ഒരു പട്ടണങ്ങളിൽ താമസിക്കുന്നവരെ പോലെ, സുരക്ഷിത മേഖല താമസിക്കുന്നവരെ പോലെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്ന ജനം, തെരഞ്ഞെടുപ്പിന്റെ അടയാളങ്ങൾ, ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ MK രാഘവൻ, ഇവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫ്ലക്സ്, അതായത് എല്ലാവിധ പ്രതീക്ഷകളോടും സ്വപ്നങ്ങളും കൂടി ജീവിച്ചിരുന്ന ഒരു ജനം, അവരാണ് ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതെ, സുപ്രഭാതം എന്ന് പറയാൻ കഴിയും ഏറ്റവും മോശം പ്രഭാതത്തിൽ ഒന്നുമല്ലാത്തവരുമായി മാറിപ്പോയത്. ആ ഒരു നാട്ടിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്ത ഭൂമിയാണ് ഇത്. അതിലൂടെ നമ്മളിപ്പോൾ കടന്നുപോവുകയാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് പോവുകയാണ്. അവർ എത്രയും വേഗം ഈ സ്ഥലങ്ങളിലെത്തി ഈ രക്ഷാദൌത്യത്തിൽ ഉള്ള ഏകോപനം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അവർ മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരുണ്ട്, പ്രദേശവാസികളുണ്ട്, എല്ലാവരും ഈ രക്ഷാദൌത്യത്തിൽ ഭാഗമാകുന്നു. എത്രയും വേഗം ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും.